സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളുടെ മലയോര മേഖലയിൽ അതിശക്തമായ മഴ ലഭിക്കുന്നു. വൈകിട്ട് 5 മണിയോടെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴ ലഭിച്ചു. കൂടുതൽ ജില്ലകളിലേക്ക് മഴ വ്യാപിക്കുന്നു. പുതുക്കിയ മഴ സാധ്യത പ്രവചനത്തിൻ്റെ യെല്ലോ അലർട്ടുകളുടെ കൂടുതൽ ജില്ലകളിലേക്കുള്ള ലിസ്റ്റും ഇപ്പോൾ വൈകിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യത. ചക്രവാത ചുഴിയുടെയും ന്യൂനമർദ്ദത്തിൻ്റെ വിവരങ്ങളുണ്ട്. ഡീറ്റെയിൽ ആയി വിവരങ്ങളെല്ലാം നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ തമിഴ്നാട് തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ തമിഴ്നാടിന് സമീപം ചക്രവാത ചുഴിയായി ദുർബലമായി. തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. ലക്ഷദ്വീപിന് മുകളിലായി മറ്റൊരു ചക്രവാത ചുഴി രൂപമെടുത്തു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് നവംബർ 14 മുതൽ 16 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ മഴ സാധ്യതാ പ്രവചനം അനുസരിച്ച് ഇന്ന് നവംബർ 14-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നാളെ ആലപ്പുഴ, തൃശ്ശൂർ ജില്ലകളിലും 16-ാം തീയതി എറണാകുളം ജില്ലയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ ഇപ്പോൾ മഴ ലഭിക്കും.